എല്ലാവർക്കും കാൽക്സ് ഉണ്ട് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട മാത്സിൽ നിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: HCF and LCM of two numbers are 21 and 84 respectively. If the ratio of the two numbers are 1:4, then larger of the two number is. രണ്ട് നമ്പേഴ്സിൻ്റെ HCFും LCMും 21 84 ആണ്. ആ നമ്പേഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ അനുപാതം 1:4 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൽ ഏറ്റവും വലിയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് 48, 12, 84, 108. ആൻസർ പറയുന്നതിന് മുന്നേ അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്പേഴ്സിനെ A എന്നും B എന്നും എടുക്കാം. ആ രണ്ട് നമ്പേഴ്സിനെ A എന്നും B എന്നും എടുക്കാം. പിന്നെ എന്ത് തന്നിട്ടുള്ളത്? ആ നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ A എന്ന് പറയുന്ന നമ്പറിനെ X ആയിട്ട് എടുക്കുവാണെന്ന് വെക്കുക. X ഒരു കോൺസ്റ്റന്റ്, നമ്മൾ ചുമ്മാ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചുമ്മാ X എന്ന് എടുക്കുന്നു. അപ്പോൾ A X ആയിട്ട് എടുത്താൽ B എന്ന് പറയുന്നത് എന്താ? 4X ആയിരിക്കും. എങ്കിലല്ലേ റേഷ്യോ 1:4 വരത്തുള്ളൂ. അപ്പം നമുക്ക് നമ്പേഴ്സ് അറിയാത്തതുകൊണ്ട് A എന്നും B എന്നും എടുത്തു. A X എന്നും B 4X എന്നും വിളിച്ചു. പിന്നെ HCF LCM തന്നിട്ടുണ്ട് 21 84. ഇനി ഇത് വെച്ചിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സും അതിൻ്റെ HCFും LCMും അറിയാമെങ്കിൽ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ HCF × LCM ഈസ് ഈക്വൽ A × B. നമ്മൾ സെൻറ്റൻസിൽ പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? ആ നമ്പേഴ്സിൻ്റെ HCFിനോടും LCMിനോടും തുല്യമായിരിക്കും. അപ്പോൾ ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി HCF × LCM ഈസ് ഈക്വൽ ടു A × B. HCF 21, LCM 84. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A എന്ന് പറയുന്നത് നമ്മൾ X എന്ന് എടുത്തു, B എന്താ? 4X. അപ്പോൾ 21 84 കൊണ്ട് ഗുണിക്കുമ്പോൾ 1764. X × 4X, 4x². x² ഈസ് ഈക്വൽ ടു 1764 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 441 കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ X 21 എന്ന് കിട്ടും. X എന്ന് പറയുന്നത് എന്താ? A ആണ്. അപ്പോൾ ഒരു നമ്പർ A ഈസ് ഈക്വൽ ടു 21 കിട്ടി. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എന്താ? 4X അല്ലേ. അപ്പോൾ 4 × 21 എന്ന് പറയുമ്പോൾ 84. അപ്പോൾ A 21, B 84. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാ? 84. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 84 ആണ്. അപ്പോൾ ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. HCF × LCM ഈക്വൽ ടു A × B എന്നുള്ളൊരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേണം നമുക്കിതിലേക്ക് ചെയ്തു പോവാം. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും റിസർച്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.